NBL ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇൻകം ആണെങ്കിലും ഇപ്പോൾ ഒരു ഇൻകം ആണെങ്കിലും നല്ലൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാവില്ലേ? പ്രോഫിറ്റ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു 30,000 റുപ്പീസോ മറ്റോ ആയിരുന്നു NPL സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഞാൻ NBL ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ജോലിയൊക്കെ ചെയ്തിട്ട് ഒരു 3,000 പൗണ്ട് 3,000 പൗണ്ട് എടുത്ത് ഞാൻ ഒരു പെട്ടിക്കകത്തെടുത്ത് ഇങ്ങനെ വെച്ചു. അതിലിപ്പോഴും ആ പൈസ ഇരിപ്പുണ്ട്. അപ്പം അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള ഇൻകം ഉണ്ട്. അതിൻ്റെ ഒരു ചിലപ്പോൾ ഒരു 100 മടങ്ങ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഇൻകത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് യൂണിവേഴ്സിറ്റി ആയിട്ട് നല്ലൊരു ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡയറക്റ്റ്ലി ഒരു സ്റ്റുഡൻറ്റ് വന്നപ്പോഴത്തേക്ക് ആ സ്റ്റുഡൻറ്റിന് ഞാൻ ഡയറക്റ്റ്ലി അഡ്മിഷൻ എടുത്തു കൊടുത്തു. പിന്നെ കുറേ ആ സ്റ്റുഡൻറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ രണ്ടാമത് കുറേ സ്റ്റുഡൻസ് വരുന്നു. അപ്പോൾ പിന്നെ ആലോചിച്ച് എന്നാൽ പിന്നെ ഒരു കൺസൾട്ടൻസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലോ, ഒരു സർവീസ് ചെയ്യാമെന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അതിപ്പം ഏകദേശം ഒരു 10,000-ലധികം സ്റ്റുഡൻസിനെ നമുക്ക് അവിടെ എത്തിക്കാൻ സാധിച്ചു. ഒരു ബിഗ് ഫേസ് ആണ് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞല്ലോ. സൂപ്പർ സ്റ്റാർസിൽ ആരെങ്കിലും ആയിരിക്കും? അതെ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അബ്രോഡ് സ്റ്റഡീസിന് പോകാനിരിക്കുന്ന സ്റ്റുഡൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇത്. കാരണം NBL ഇന്റർനാഷണലിൻ്റെ സ്വന്തം നബീലാണ് ഇത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സോ നമുക്ക് വെൽക്കം ചെയ്യാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ചെയ്യട്ടെ, നബീൽ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഈ NBL. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് NBL എന്ന് പറയുന്നത് നബീലിന്റെ ഇതാണെന്ന്. ആക്ച്വലി അല്ല. പിന്നെ എന്താണ് NBL? അത് എനിക്കത് പറയാൻ അത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നബീലിന്റെ അല്ല. അപ്പോൾ നബീലിന്റെ അല്ല. പക്ഷെ ഇങ്ങനെ ഇത് അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് എന്തായാലും സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കില്ലേ ഈ NBLന്റെ ഫുൾ ഫോം എന്താന്ന്? ചോദിക്കാറുണ്ട്. പറയില്ല. അവരോട് ഇത് തന്നെ പറയൂ. അവരോട് ഇത് തന്നെ പറയും. അവരിപ്പം സ്വാഭാവികമായിട്ടും NBL എന്ന് പറയും, NBLന്റെ ഒരു ഇത് ഉണ്ട്. പക്ഷെ അതല്ല അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മള് സാധാരണ ഇപ്പം ലാലേട്ട ഒരു പടത്തിൽ പറയുന്നത് പോലെ ആ ഒരു സത്യം എന്നിലൂടെ തന്നെ പോട്ടെ, മണ്ണിലെഴുതി തീരട്ടെ എന്നൊക്കെ. പക്ഷെ അപ്പൊ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും, എന്താണ് ഈ NBL, അതിന്റെ ഫുൾ ഫോം? അത് അറിയാവുന്ന ഒരേ ഒരാൾ എൻ്റെ ഉമ്മ മാത്രമാണ്. ആണോ? ഈ എക്സ് ലവറിന്റെ എന്തെങ്കിലും? അല്ലല്ല, അതൊന്നല്ല. അത് ഇത്രയും വലിയൊരു ബ്രാൻഡിന് വേണ്ടി അതിടേണ്ട കാര്യമില്ലല്ലോ. ആത്മാർത്ഥ പ്രണയമാണെങ്കിലോ? അല്ലല്ല, എനിക്ക് ആത്മാർത്ഥ പ്രണയം ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ അതേ ഇല്ല എന്നൊക്കെ. അപ്പൊ സേഫ്. പിന്നെ എന്തായിരിക്കും ഗൈസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഓക്കെ. നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഫണ്ണായിട്ടൊക്കെ പറയാറുണ്ട് ആൾക്കാർ. അതായത് ഇപ്പോൾ കേരളത്തിൽ ആരുമില്ല, എല്ലാവരും UK US മൈഗ്രേറ്റ് ചെയ്ത് പോവാണ്. ലാസ്റ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ കേരളം കാലിയാവും നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയും. പക്ഷെ ഒരു കണക്കിന് നോക്കുമ്പോൾ അതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ കൂടുതലും അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടുത്തെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ? ഒരു പക്ഷേ ഇവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ല സ്റ്റുഡൻസിന്. ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം UK പോകുന്നത്. ഇപ്പോൾ UK ആണെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് ഒക്കെ പോകുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെയും സാധ്യതകളുണ്ട് അല്ലേ. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം ഞാൻ ഷെഫ് പിള്ളയായിട്ട് ഒരു ബിസിനസ് നമ്മളിപ്പം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെഫ് പിള്ളയെ തന്നെ നോക്കാം. പുള്ളി UK നിന്ന് UK 2004 2005 പോയി അവിടുത്തെ സിറ്റിസനാണ് പുള്ളി. അതറിയോ? ഷെഫ് പിള്ള അവിടുത്തെ സിറ്റിസനാണ്. പുള്ളി അവിടെ ഷെഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് സിറ്റിസൺഷിപ്പ്, എല്ലാവരും അവിടെ പോകുന്നത് PR കിട്ടാനും സിറ്റിസൺ ആവാൻ വേണ്ടിയിട്ടൊക്കെ, എന്നിട്ട് അവിടെ സെറ്റിൽ ചെയ്യാന്നുള്ളതാണ്. പുള്ളി അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയപ്പോൾ നേരെ ഇന്ത്യയിലോട്ട് വന്നു. എന്നിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഷെഫായിട്ട് വർക്ക് ചെയ്തു. റാവിസിലാണ്, കൊല്ലം റാവിസിലാണ് പുള്ളി വർക്ക് ചെയ്തത്. ഇന്ന് പുള്ളി ഒരു ബ്രാൻഡാണ്. പുള്ളിയുടെ ബിസിനസ് മുഴുവൻ ഇവിടെയാണ്. ഇപ്പം ഞാൻ പോലും UK നമുക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പം റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ തൃശ്ശൂരാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ ഉള്ള നമ്മൾ എക്സ്പോസ് ചെയ്യും. ഇപ്പം പല സ്റ്റുഡൻസും അവിടെ പോവുക, അവിടെ സെറ്റിൽ ചെയ്യാവുന്നതിനേക്കാളുപരി അവിടെ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ടല്ലോ, ആ എക്സ്പോഷർ നമുക്ക് എങ്ങനെ ഇവിടെ നമുക്ക് നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റൈലിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പം ഇതെങ്ങനെ യൂട്ടിലൈസ്, ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു വിദേശ രാജ്യത്ത് പോകുമ്പം നമ്മൾ അവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും.
പക്ഷേ സ്റ്റുഡൻസ് പോകുന്നത് ഒരു പക്ഷേ ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു കൺവെർഷൻ റേറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 112 രൂപയായി. അപ്പം അവിടെ പോയി ഒരു പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ 112 രൂപയായി. 1000 പൗണ്ട് കിട്ടുന്ന ഒരാൾക്ക് ഒരു 1,00,000 രൂപയുടെ മുകളിലായി. ഇതൊക്കെ കൊണ്ടായിരിക്കും അവർ പോകുന്നത്. പിന്നെ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. അതെ. നമ്മളിപ്പോ എന്തായിരുന്നു ഈ ഒരു MBA ഇന്റർനാഷണൽ തുടങ്ങാനുണ്ടായിരുന്ന ഒരു മോട്ടിവേഷൻ? പഠിച്ചതൊക്കെ എന്താ? ഞാൻ ഫസ്റ്റ് പോകുന്നത് MBA ചെയ്യാനായിട്ടാണ് UK പോകുന്നത്. ഞാൻ MBA കംപ്ലീറ്റ് ചെയ്തു. അപ്പം അങ്ങനെ ബിസിനസ് അങ്ങനെ ഒന്നും അതിനെപ്പറ്റിയൊന്നുമില്ല. MBA കംപ്ലീറ്റ് ചെയ്യുക തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഫാദറിന് ഇപ്പം സൗദിയിൽ ബിസിനസ്സാണ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ ഓടി. എനിക്ക് അവിടെ നിന്നിട്ട് ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ സൗദിയിലേക്ക് പോയി. പിന്നെ ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തായിരുന്നു 1.5 വർഷം ഡൽഹിയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഡോക്ടറേറ്റ് ചെയ്യാനായിട്ട് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡോക്ടറേറ്റ് ചെയ്യാനായിട്ട് UK പോകുന്നുണ്ട്. അപ്പം അവിടെ മുതലെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമത് പോകുമ്പോൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ ഡോക്ടറേറ്റ് ചെയ്യുന്ന ഏജൻസികൾ വളരെ കുറവായിരുന്നു. അത് ഇപ്പോഴത്തെ പോലെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസൾട്ടൻസികൾ വളരെ കുറവാണ്. പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ആൾക്കാരും വളരെ കുറവാണ്. നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടാനും ബുദ്ധിമുട്ടാണ് ആ ടൈമിൽ, ഒരു 2017-18 ടൈമിൽ. അപ്പം കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. കുറേ അത്ര എളുപ്പമായിരുന്നില്ല UK പോകാനായിട്ട്. അപ്പോൾ എൻ്റെ ഇതിങ്ങനെ ഡിലേ ആവുക. ലൈക്ക് 6 മന്തിന് മുകളിലെടുത്തു ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈം എന്ന് പറയുമ്പോൾ. ഡോക്ടറേറ്റ് ആകുമ്പോൾ കുറച്ച് ടഫാണ്, ഈസി അല്ല. ബട്ട് സ്റ്റിൽ ഈ എൻ്റെ ഏജൻറ്റിനും അറിയില്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെന്താണെന്ന് അറിയില്ല. പുള്ളി പറയും ഇന്ന് വരും നാളെ വരും. പിന്നെ ഞാൻ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് യൂണിവേഴ്സിറ്റി ഞാനുമായിട്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ മൊത്തം. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിയതിന് ശേഷം എനിക്ക് യൂണിവേഴ്സിറ്റിയായിട്ട് നല്ലൊരു ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡയറക്റ്റ്ലി ഒരു സ്റ്റുഡൻറ്റ് വന്നപ്പോഴത്തേക്ക് ആ സ്റ്റുഡൻറ്റിന് ഞാൻ ഡയറക്റ്റ്ലി അഡ്മിഷൻ എടുത്തു കൊടുത്തു. പിന്നെ കുറേ ആ സ്റ്റുഡൻറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ രണ്ടാമത് കുറേ സ്റ്റുഡൻസ് വരുന്നു. അപ്പോൾ പിന്നെ ആലോചിച്ച് എന്നാൽ പിന്നെ ഒരു കൺസൾട്ടൻസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. കുറേ എൻക്വയറി വന്നപ്പോഴത്തേക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഒരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു സ്റ്റുഡൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് സംസാരിക്കാനൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. ഇന്ന് ഇതിൻ്റെ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കി ഇതിലേക്ക് വന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എസ്പെഷ്യലി 2017-18 നമുക്കറിയില്ല. ഒരുപാട് കൺസൾട്ടൻസികൾ വരുന്നത് 2020-21 ശേഷമാണ്. അതായത് ഈ കോവിഡിൻ്റെയൊക്കെ സമയം കഴിഞ്ഞപ്പം വീട്ടിൽ ഇരുന്ന് എന്ത് ജോലി ചെയ്യാം എന്നുള്ള രീതിയിൽ സബ് ഏജൻറ്റുമാരൊക്കെ വന്നിട്ടാണ് ഒരുപാട് കൺസൾട്ടൻസികൾ വന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. ഞാൻ ഒരു സർവീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അതിപ്പം ഏകദേശം ഒരു 10,000-ലധികം സ്റ്റുഡൻസിനെ നമുക്ക് അവിടെ എത്തിക്കാൻ സാധിച്ചു ഇതുവരെ. വേറെ നമ്മൾ MBBS പ്രോഗ്രാംസ് റഷ്യ പോലുള്ള കൺട്രികളിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാനഡ ചെയ്യുന്നുണ്ട്, ന്യൂസിലാൻഡ് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ UK ആണ് എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ചെയ്യുന്നത്. കാരണം ഞാൻ അവിടെ ആണ്. അപ്പോൾ അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഒരു സ്റ്റുഡൻറ്റ് വരുമ്പോഴത്തേക്ക് അവർക്കുള്ള സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം നിലവില് ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന റൂൾസും റെഗുലേഷൻസും ആയിരിക്കില്ലല്ലോ. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ അതിൽ കുറെ ചേഞ്ചസ് വരും. അപ്പൊ ഇനി പോവാനിരിക്കുന്ന കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊരു അഡ്വൈസ് ചോദിച്ചാൽ എന്തൊക്കെയായിരുന്നു? അല്ല, ഇനി പോകാൻ നിൽക്കുന്ന വെച്ചാൽ ഇപ്പം ഏറ്റവും കൂടുതൽ UK നെഗറ്റീവ്സാണ് പറയുന്നത്, കേട്ടിട്ടാണ്. ഇപ്പം റീസെൻ്റായിട്ട് ഇപ്പം കുറേ റൂൾസ് അവിടെ വന്നു. പുതിയ റൂൾസ് എന്ന് പറയുന്നത് PR 5 ഇയറിൽ നിന്ന് 10 ഇയർ ആക്കുന്നു. റൂൾസായിട്ട് വന്നിട്ടുള്ള വൈറ്റ് പേപ്പർ ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രപ്പോസൽ ചിലപ്പോൾ നിലവിൽ വന്നേക്കാം. അപ്പം 5 വർഷത്തിൽ നിന്ന് 10 വർഷത്തിലേക്ക് വരുമ്പം സ്റ്റുഡൻസ് വരാനുള്ള സാധ്യത കുറവാണ്, എസ്പെഷ്യലി UK കാര്യത്തിൽ. പക്ഷേ ഇതൊരു ന്യൂസ് വാല്യൂ ഉണ്ട്. UK കാര്യമാകുമ്പോഴത്തേക്ക് ന്യൂസ് വാല്യൂ ഉള്ള ഇത്രത്തോളം ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പം അതേപോലെ ഇപ്പം ഒരുപാട് പാർട്ട് ടൈം ജോബിൻ്റെ എല്ലാ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഇവിടെ വരാനായിട്ട് IELTS മാൻഡേറ്ററി ആണ്. ഡിപ്പെൻഡ് ഇനി IELTS വേണം, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ഓൾറെഡി അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അവിടെ നമ്മളൊരു വിദേശ രാജ്യത്തേക്ക് പോകാമെന്ന് പറയുന്ന നമ്മളൊരു കംഫർട്ട് സോണിന് പൊട്ടിച്ചുകൊണ്ടാണല്ലോ പുറത്തേക്ക് വന്നത്. ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനാണ് നമ്മൾ പാരൻസിനോടൊപ്പം ഇവിടെ നിന്നാൽ മതി. ഇപ്പം ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഒരൊറ്റ മോനാണ്. അപ്പം ഞാൻ സൗദിയിലായിരുന്നു. അപ്പോൾ അവിടെ വെൽ സെറ്റിൽഡ് ആയിട്ട് ഫ്ലാറ്റിൽ ലക്ഷറി ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നെ എനിക്കറിയാം ഇത് പോകുമ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ഞാൻ UK ഫസ്റ്റ് പോകുമ്പോഴത്തേക്ക് ഞാൻ പല സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് മസ്താനയുടെ തന്നെ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നതൊക്കെ ഞാൻ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ ഇത്രയും പേരുണ്ട്, അല്ല അവിടെ ജോബിന് കുറേ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ.
ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ വന്ന് പറയാറുണ്ട്, ഇവൻ വളരെ സക്സസ് ആയിട്ട് നിന്ന് ഇതിങ്ങനെ പറയുന്നതാണ്, അല്ലെങ്കിൽ ഇവൻ ഒരു കൺസൾട്ടൻസി റൺ ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ ഈ സ്ട്രഗ്ലിങ് മുഴുവനും ഫേസ് ചെയ്തിട്ടാണ് ഞാൻ കൺസൾട്ടൻസി തുടങ്ങുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ലക്ഷറി ഇതെല്ലാം എൻജോയ് ചെയ്തിട്ട് പെട്ടെന്നൊരു സ്ഥലത്തേക്ക്, ഇപ്പം ഈ കൺസൾട്ടൻസി വഴി പോകുമ്പം അവിടെ എനിക്ക് അക്കോമഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഏകദേശം ഒരു നാട്ടിൽ അന്നത്തെ സമയത്ത്, അതായത് 10-11 വർഷം മുമ്പ് ഞാൻ ഏകദേശം ഒരു 70,000-75,000 രൂപ 700 പൗണ്ട് ഞാൻ അയച്ചു കൊടുത്തു. അവിടെ എത്തിയപ്പോൾ എനിക്ക് വീടില്ല, റൂമും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എൻ്റെ വേറൊരു ഈ കൺസൾട്ടൻസി തന്നെ അറേഞ്ച് ചെയ്ത് വേറൊരു ആരുടെയോ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ പറഞ്ഞു റൂമിൽ താൽക്കാലികമായിട്ട് അവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് അവരുടെ റൂമാണല്ലോ, നമുക്ക് കയറി ബെഡിൽ കിടക്കും. അപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് അവിടെ എത്തുകയാണ്, അപ്പോൾ റൂം ഇല്ല, ബെഡിനകത്ത് കയറി കിടക്കാൻ പറ്റില്ല, കാരണം അവരുടെ ബെഡാണ്. നമ്മൾ ആ തണുപ്പത്ത് തറയിൽ 2 പേരായിരുന്നു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, തറയിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം പിന്നെ അവിടെ 8-9 പേരുള്ള ഒരു റൂമിനകത്ത് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഒരു വാഷ്റൂം ഒന്നേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞതുപോലെ ഈ ലക്ഷറിയും ഈ കംഫർട്ട്, അപ്പം വീട്ടിലാന്ന് പറഞ്ഞപ്പോൾ ഉമ്മ അവിടെ കൊണ്ടുവന്ന് നമ്മൾ ആക്ച്വലി ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ സുഖമാണ്. രാവിലെ എണീക്കുക, ഉമ്മ ഫുഡ് ഉണ്ടാക്കി തരും, ചായ ഉണ്ടാക്കി തരും. അപ്പം എല്ലാവരും പറയും ഞാനൊന്നും ഉണ്ടാക്കില്ല എന്ന് ചിലപ്പോൾ കമൻറ്റ് വരുമായിരിക്കും. പക്ഷെ എന്നാലും സുഖമാണ്. നമ്മുടെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഒന്നും അറിയണ്ട. പക്ഷെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് UK പോയ സമയത്ത് കുറേ സ്ട്രഗിൾസ് എന്തായാലും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതാ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഉമ്മ അവിടെ കൊണ്ടുവന്ന് നമ്മളുടെ ഇപ്പം ഞാൻ ഒറ്റ മോനാണല്ലോ, അപ്പോൾ ഈ പാമ്പറിങ് വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് സൗദിയിലാകുമ്പോഴത്തേക്ക് പിന്നെ ഇതെല്ലാം കിട്ടും. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകാൻ മടിയുള്ള ഒരാളാണ്. അതായത് ഉമ്മക്കറിയാം, ഞാൻ കട്ടിൽ ഒരു വെള്ളം എനിക്ക് കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാൻ മടിയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൈയെത്തുന്ന ദൂരത്തിലാണ് എനിക്ക് വെള്ളം കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഈ കംഫർട്ട് സോൺ എല്ലാം വിട്ടുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 8 പേരടങ്ങുന്ന ഒരു റൂം. അപ്പോൾ ഞാൻ പോയി അവിടെ തറയിൽ കിടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ആ തണുപ്പുള്ള സമയത്ത് അവിടെ ക്ഷീണമാണല്ലോ, ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ട് അവിടെ കിടക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അവിടെ കിടന്നു. പക്ഷേ അവിടെ ഉള്ള എൻ്റെ ആ ഫ്രണ്ട്സ് ഒരു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് അവർ വന്ന് നമ്മൾ പിടിച്ച് കട്ടിലിൽ കിടത്തി നമ്മൾ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിച്ചു. അപ്പം ഈ പറഞ്ഞതെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ലക്ഷറിയിൽ നിന്ന് നേരെ ഇവിടെ വന്ന് ഈ പറയുന്ന ഇത്രയും പേരടങ്ങുന്ന ഒരു 10, എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ അന്ന് 18 പേരാണ്ടുണ്ട്. മൊത്തത്തിലുള്ള വീടാണ്, പല റൂമുകളുണ്ട്, പക്ഷേ ഒറ്റ വാഷ്റൂമേ കാണത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം അവിടെ മുതൽ അത് പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു 500-700 പൗണ്ടൊക്കെ കൊടുത്തിട്ട് വേറെ റൂം എടുക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്ട്രഗ്ലിംഗ് എല്ലാം ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അവിടെ പോകുമ്പോഴത്തേക്ക് റൂമില്ല, കയറി കിടക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടായിരിക്കും വാഷ്റൂമിലോട്ട് പോലും ചെയ്യേണ്ടത്. അപ്പം എൻ്റെ ഫാദർ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് നീ ബുദ്ധിമുട്ടൊന്നും സ്വാഭാവികമായിട്ടും ഒരൊറ്റൊരാളാണല്ലോ, നീ അവിടെ പോയി സ്ട്രഗിൾ ചെയ്യണ്ട എന്നുള്ളൂ. പക്ഷെ എൻ്റെ ഒരു തീരുമാനമായിരുന്നു, ഞാൻ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണം, എൻ്റേതായിട്ടുള്ള രീതിയിൽ ജീവിക്കണം എന്നൊക്കെയുള്ള. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നിൽക്കത്തേ ഉള്ളതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അതിനുശേഷം ഇവിടെ വന്നു, അവിടെ വന്ന് നമ്മൾ ചെയ്യുന്ന ഒരുപാട് ജോലികളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ചുമക്കാൻ, അതായത് ചുമടൊക്കെ വെച്ച് അരിയൊക്കെ എടുത്തോണ്ട് ഈ ഓഫ് ലൈസൻസ് എന്നൊക്കെ പറയും, സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയും, അവിടെ നിന്ന് ഈ അരി ചുമന്നിട്ടുണ്ട്, പാത്രം കഴുകാൻ പോയിട്ടുണ്ട്. നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ പാത്രം കഴുകത്തില്ലല്ലോ, അവിടെ വെച്ചിട്ട് നമ്മൾ കഴിച്ചിട്ട് നേരെ പോകല്ലേ ഉള്ളൂ, ഉമ്മ എടുത്തോണ്ട് പോകുമല്ലോ. അപ്പം പാത്രം എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ അതിനകത്ത് പറയുന്നത് അത്രയൊന്നും വരില്ല. പാത്രങ്ങൾ വരും നമ്മളെ സ്റ്റുഡൻസിനെ കൊണ്ടൊക്കെ. ഞാനത് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കണ്ടായിരുന്നു. വലിയ അത്രയും വലിയതൊന്നും ഏത് ഹോട്ടലിലുള്ള അത്രയും വലിയ 2 കൺട്രീസിൽ കണ്ടിട്ടാണ് കിടന്നൊക്കെ കഴുകാൻ. അങ്ങനെ അത്രയൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഡിഷ് വാഷർ ഉണ്ടാകും, പക്ഷെ നമ്മളുള്ള സമയത്ത് ഡിഷ് വാഷർ അല്ല, കൈകൊണ്ട് കഴുകേണ്ടി വരും. പിന്നെ അത്രയും വലിയൊരു ചെമ്പൊക്കെ കൊണ്ടുവന്ന് തരുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അത്രയും വലിയ ഹോട്ടലായിരിക്കണം. നമ്മളുടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊന്നും അത്രയും വലിയ ചെമ്പും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഒരാൾക്ക് ഇന്ന് കഴുകാവുന്ന ഇതേ ഉണ്ടാകത്തുള്ളൂ. അതും സ്റ്റുഡൻസിനെ കൊണ്ടൊന്നും അങ്ങനെ കൂടുതൽ ആൾക്കാർ കഴിപ്പിക്കുന്നതായിട്ട് എനിക്കറിയില്ല, ഉണ്ടായിരിക്കാം. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പാത്രം കഴുകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് പോകുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഈ സെർവ് ചെയ്യണമല്ലോ, മദ്യമൊക്കെ സെർവ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പൊ ഇത് എന്റെ കൈയൊന്ന് വിറച്ചു പോയി. ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് ആദ്യമായിട്ട് ഇതിങ്ങനെ കൊണ്ടുവയ്ക്കുമല്ലോ, ട്രെയിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് ഇത് തട്ടി വീണിട്ട് ഇത് എടുത്ത് എൻ്റെ മുഖത്ത് വയ്ക്കും. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വന്നിട്ട് അവന് ആ ഫ്രണ്ടിന് 18 വയസ്സേ ഉള്ളൂ, അവനും അത്രേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ മെച്യൂർഡ് ആവും.
നമുക്കൊരു ഒരു ഫിനാൻഷ്യൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. ഇത് എങ്ങനെ ആണ് നമുക്ക് ഇവിടെ ആകുമ്പോഴത്തേക്ക് നമ്മളൊന്നും അറിയുന്നില്ല. അവിടെ പോകുമ്പോൾ അതായത് 18 വയസ്സുള്ള പിള്ളേർ അവിടെ വരുന്ന 21 വയസ്സാകുമ്പോൾ അവരുടെ അവിടുത്തെ ബിസിനസ്സുകാരാണ്. ഇന്ന് ഏകദേശം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ബിസിനസ്സുകാരുണ്ട്. അവിടെയുള്ള നെഗറ്റീവ്സ് ആണ് കൂടുതലും ആൾക്കാർ പറയാനും കേൾക്കാനും താല്പര്യം. പക്ഷെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്കറിയാവുന്ന നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ കുഞ്ഞിൽ, അതായത് വീട്ടിൻ്റെ ഒരു പയ്യനെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങില്ല, റൂമിൽ നിന്ന് ഗെയിമും കളിച്ചുകൊണ്ട്, അന്ന് PUBG ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ഉമ്മ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എപ്പോഴും പറയും, മോനെ അവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അവനിന്ന് അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ്. പിന്നെ ഈ നമ്മൾ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് പോകുമ്പോഴത്തേക്ക് ആ റൂമിനകത്ത്, അപ്പോൾ ആ റൂമിൻ്റെ തൊട്ട് താഴെയാണ് റെസ്റ്റോറൻറ്റ്. അവിടെ എൻ്റെ ഫ്രണ്ട്സ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളെല്ലാം അവിടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ആ റെസ്റ്റോറൻറ്റ് അന്ന് വർക്ക് ചെയ്തിരുന്നവർ ആ റെസ്റ്റോറൻറ്റ് ഓണറാണ് ഇപ്പോൾ. അതുപോലെ അവർ 3-4 റെസ്റ്റോറൻറ്റുകൾ ഓൺ ചെയ്യുന്നുണ്ട്. എനിക്ക് സ്ഥാപനങ്ങളുണ്ട്. പിന്നെ അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാവരും സക്സസ് ആയിട്ടുണ്ട്. അന്ന് ആ ടൈമിൽ പോകുമ്പോൾ നമുക്ക് PSW ഇല്ല, അതായത് സ്റ്റേ ബാക്ക് ഇല്ല, 1 ഇയർ കോഴ്സേ ഉള്ളൂ. പിന്നെ വേറൊരു കോഴ്സ് എടുക്കാൻ തന്നെ, അതായത് സെക്കൻഡ് ഓപ്ഷനായിട്ട് വേറൊരു കോഴ്സ് എടുക്കാൻ പോലുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. നമ്മൾ പോകുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം കൂടുതലാണ്. അതായത് ഒരു കോഴ്സ് എടുക്കാനായിട്ട് പോകുന്നവർക്ക് ഈ ഒരു 2 ഇയർ പ്രോഗ്രാം അല്ലെങ്കിൽ 1 ഇയർ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് വീണ്ടും 2 വർഷം അവിടെ സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1.5 ഇയർ എങ്കിലും അവർക്ക് സ്റ്റേ ആകാന്നിരിക്കട്ടെ. പക്ഷെ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് കൂടുകയും അത് വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അത് മിസ്യൂസ് ചെയ്തു. ഇപ്പോൾ UK വളരെ ഈസി ആയിട്ട് ആർക്കും വേണമെങ്കിലും വരാം. നേരത്തെ പറഞ്ഞ പോലെ 99% അടുപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ കണ്ടമാനം നേരത്തെ പറഞ്ഞ മലയാളികളെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പം ഒരു ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാർക്ക് പോലും അവിടെ വരാൻ പറ്റും. അതായത് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഫേക്ക് സർട്ടിഫിക്കറ്റ് എടുത്ത് വരെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 12th ഡിഗ്രിയുടെയും ഫേക്ക് സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് വേറെ ചെക്കിംഗ് ഒന്നും ഇല്ലല്ലോ. യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ സോഫ്റ്റ് കോപ്പിയാണ് അയച്ചു കൊടുക്കുന്നത്. ഇമിഗ്രേഷനിൽ കുറച്ച് സമയങ്ങളിൽ അവിടെ UK ചെക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞ് അയച്ചിട്ടുള്ളവരുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എത്തിപ്പെടാൻ പാടില്ലാത്ത ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു തെറ്റായിട്ട് പറയുന്നതല്ല, അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടാണ് ആ കൺട്രിയിലോട്ട് എത്തേണ്ടത്. ഇപ്പൊ ലാംഗ്വേജ് വേറെയുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ജോബ് കിട്ടില്ല. അപ്പൊ അവര് പറയാണ് ഇനി ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല, ഇവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, അല്ലെ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് എങ്കിലും അറിയാത്ത ആൾക്കാർ പോയി എവിടെയാണ് ജോലി കിട്ടുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാർ അവിടെ ഓവർ ക്രൗഡ് ആവുമ്പോഴത്തേക്ക് ഇപ്പം റൂൾസ് അവർ വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. നല്ലതാണെന്നേ പറയൂ. കാരണം ഞാൻ കൺസൾട്ടൻസി റൺ ചെയ്യുന്ന ഒരാളാണ്. അവിടുത്തെ റൂൾസ് വളരെ ഈസി ആക്കിയാൽ മാത്രമേ സ്റ്റുഡൻസ് വരുള്ളൂ. ബട്ട് സ്റ്റിൽ അവിടെ ഇത്രയും വർഷം ജീവിച്ച ഒരാളെന്നുള്ള രീതിയിൽ അത് സ്ട്രിക്റ്റ് ആക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നേരത്തെ പറഞ്ഞുള്ള ഈ കംഫർട്ട് സോണിൽ നിന്നിട്ട് അവിടെ പോയിട്ട് ആ കംഫർട്ട് സോണിൽ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ പുറത്തേക്ക് പോകണ്ടല്ലോ, നാട്ടിൽ നിന്നാൽ പോരെ അല്ലേ. അപ്പം അന്ന് ആ ടൈമിൽ റെസ്റ്റോറൻറ്റുകൾ ഇപ്പം ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റുകൾ, ഇപ്പോൾ നമ്മൾ ഈസ്റ്റ് ലണ്ടൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് റെസ്റ്റോറൻറ്റുകളെ കൊണ്ട് തട്ടിയിട്ടാണ്. അതെല്ലാം സക്സസ്സുമാണ് മോസ്റ്റ് ഓഫ് ദ റെസ്റ്റോറൻറ്റുകൾ. അത് നടത്തുന്ന സ്റ്റുഡൻസ് ആണ്. ഇവിടെ ഇന്ന് പോയിട്ട് ഈ മാസ്റ്റർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഈ PSW പീരീഡിൽ നിന്നിട്ട് അവർ ഏൺ ചെയ്ത ഫണ്ട് പൈസ വെച്ചിട്ടോ അല്ലെങ്കിൽ ലോൺ എന്താണെന്ന് അറിയില്ല, അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഒരുപാടുണ്ട്. അപ്പം ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങണം. അതിന് വില്ലിങ് ആയിട്ടുള്ള ആളുകൾ മാത്രമെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ളവർ പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മളിപ്പോൾ ഇപ്പം UK നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുറേ ഒരിടക്ക് UK ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്റ്റുഡൻസിന് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അതും അവിടെ ഉള്ള ആളുകളായിരിക്കും, അവിടെ പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് നിന്നൊക്കെ കുറേ നെഗറ്റീവ് സാധനങ്ങളൊക്കെ വന്നു. ആ സമയത്ത് ഇവിടെയും പേരൻസിന് കുറച്ച് ഡൗട്ടായിരുന്നു. ചിലപ്പോൾ പോകാൻ നിൽക്കുന്ന കുട്ടികൾ എന്നാൽ നീ പോകണ്ട, നമുക്ക് നോക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവരെ ലേറ്റ് ആക്കുക, അല്ലെങ്കിൽ UK ഇനി പോവണ്ട എന്ന് പറയുന്ന കുറേ സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഈ നെഗറ്റിവിറ്റി ഒക്കെ ശരിക്കും അവിടെ ഉള്ളതാണ്. നെഗറ്റിവിറ്റി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ആളുകൾ വളരെ ഈസി ആയി ഒരു സമയത്തെത്തിയപ്പോൾ. പക്ഷെ ഒരു UK പറ്റി മോശം പറഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ സ്ട്രഗ്ലിംഗ് എല്ലാം ഫേസ് ചെയ്തിട്ട് യാതൊരു തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ ഇല്ലാതെ ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തുക ചെയ്ത്. നമുക്കാരെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടു തരില്ലല്ലോ, നമ്മളത് കണ്ടെത്താനായിട്ട് നമ്മൾ അതിലേക്ക് പോവുക എന്നുള്ളതാണ്. അവിടെ പോകുന്ന ആൾക്കാർ ഇപ്പം ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി പറയുന്നത് അവിടെ എത്തിപ്പെട്ട ജോലി ഇല്ലാതെ അവിടുത്തെ എഡ്യൂക്കേഷൻ മോശമാണെന്ന് ആരെങ്കിലും പറയുമോ? വേൾഡിനെല്ലാം ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉള്ളൊരു കൺട്രിയാണ്. അവിടുത്തെ എഡ്യൂക്കേഷൻ ആരും പറയുന്നില്ല. അവിടെ പോയതിന് ശേഷം തിരിച്ചു വരേണ്ടി വരും, അവിടെ സ്ട്രഗ്ലിംഗ് ആണ്, പാർട്ട് ടൈം ജോബ് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യേണ്ടി വരും.
ഇപ്പം ഒരാൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കരമായ വൈറലായിരുന്നു. എന്തുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നത്? അതിൽ മുഴുവൻ കാര്യങ്ങൾ ശരിയാണോ എന്ന് അറിയാം. ചിലപ്പോൾ ആളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കാം. അപ്പം അവിടെ റേസിസം ഉണ്ടെന്ന് പറയുന്നത് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ 11-12 ഉണ്ടായിരിക്കാം ചില സ്ഥലം, പക്ഷെ ഞാൻ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എൻ്റെ സ്റ്റുഡൻസോ എൻ്റെ സുഹൃത്തുക്കളോ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഒരു കെയർ ഹോമിൽ പോയി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ മുഖത്തേക്ക് തുപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല. അവർ പ്രായ ആൾക്കാരല്ലേ, ഡിമെൻഷ്യ ബാധിച്ച ആൾക്കാരാണ്. അവർ റേസിസം കൊണ്ടിട്ടാണോ തുപ്പുന്നത്? ഒരിക്കലും അല്ല. അവർക്ക് ബോധം വേണ്ട, അവരാരാന്ന് പോലും അവർക്കറിയില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുള്ളവരൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ അതിൽ വർക്ക് ചെയ്യാൻ പോവാതിരിക്കുക, അതിൽ വർക്ക് ചെയ്ത് അതിൽ ഓപ്പർച്യൂണിറ്റി നോക്കി അതിൻ്റെ വർക്ക് പെർമിറ്റ് സാധ്യതകൾ പോലും നോക്കിയിട്ട് അത് റിഫ്യൂസലായിട്ട് നാട്ടിൽ വന്നിട്ട് ഓഫ് കോഴ്സ് നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നെഗറ്റീവാണ്. എനിക്കത് നെഗറ്റീവ് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ഏറ്റവും UK എന്ന് പറയുന്ന ഒരു രാജ്യം 2019-20 ആ ടൈമിൽ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴത്തേക്ക് അവിടെ ഏകദേശം 1 ലക്ഷം പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എങ്ങനെ സർവൈവ് ചെയ്യുമെന്നുള്ള ഒരു അപ്പം ഞാൻ അവിടെ നിന്ന് എൻ്റെ സ്റ്റുഡൻസിനെ ചേർത്ത് പിടിച്ച ഒരാളാണ്. അവിടെ നിൽക്കുകയല്ലാതെ വേറെ വഴിയില്ല. അവർ പാനിക് ആവാതെ അവരെ നോക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ UK ചെയ്ത കാര്യം അവിടെ ഈ ഫർലോ സ്കീം വഴി ഏകദേശം അവിടെ നിന്ന് നാട്ടിൽ വന്നു കുറേ സ്റ്റുഡൻസ്. ഒരു ലാസ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും വന്നു. അവിടെ ജോബിന് അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് ഗവൺമെന്റ് നാട്ടിലുള്ള ആൾക്കാർക്ക് പോലും ഏകദേശം ഇവിടുത്തെ 70,000 രൂപ വെച്ച് മാസം കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. അത് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? മറ്റേതെങ്കിലും കൺട്രിയിൽ കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ലാപ്ടോപ്സ് പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കൺട്രിയാണ്. പക്ഷെ അവിടെ ഈ ബ്രെക്സിറ്റ് വന്നു. ബ്രെക്സിറ്റ് വന്നപ്പോഴത്തേക്ക് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകുമ്പോഴത്തേക്ക് അവിടെ കുറേ ഇറ്റാലിയിൽ നിന്നും ബ്രസീലിൽ നിന്നും അതല്ലെങ്കിൽ പാരീസിൽ നിന്നൊക്കെ വന്നിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ പുറത്തു പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവിടെ വേക്കൻസികൾ ഒരുപാട് അവൈലബിൾ ആയി. അപ്പോഴാണ് ഗവൺമെൻറ് എന്ത് ചെയ്ത് PSW കൊണ്ടുവരുന്നു, റൂൾസ് വളരെ ഈസി ആക്കി. ഇതെല്ലാം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത് നമ്മൾ പ്രോപ്പറായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്ന അവിടെ വളരെ ഈസി ആക്കിയപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ഇത് മിസ്യൂസ് ചെയ്തു. ആ മിസ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ റൂൾസ് കുറച്ച് സ്ട്രിക്റ്റ് ആക്കി, ഡിപ്പെൻഡ് കൊണ്ടുവരാവുന്നത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് കൂടുതൽ നെഗറ്റിവിറ്റി വരാനായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങി. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഗൾഫിൽ ജോലി നോക്കി പോകുന്ന ആൾക്കാരില്ലേ അല്ലേ? ഗൾഫിൽ വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് ജോബ് നോക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഗൾഫ് മോശമാണെന്ന് ആരും പറയില്ല. അവിടെ PR ഓപ്ഷൻ ഉണ്ടോ? അവിടെ PR ഓപ്ഷൻ ഇല്ല. എത്ര വർഷം എൻ്റെ പാപ്പാക്ക് PR ഇല്ലല്ലോ, 30 വർഷം 35 വർഷത്തിന് മുകളിലായി. അവിടെ PR ഓപ്ഷൻ ഇല്ല. നമ്മൾ അവിടെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണോ അവിടെ ഉള്ള റിസോഴ്സുകളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. ഞാനത് യൂട്ടിലൈസ് ചെയ്ത ഒരാളാണ്. എൻ്റെ കൂടെ വന്ന ഒരുപാട് സുഹൃത്തുക്കളിൽ അവിടെ യൂട്ടിലൈസ് ചെയ്യുക. അവരൊക്കെ ആ 2013-14 വന്ന് ഇപ്പോൾ 11-12 വർഷമായില്ലേ, ഇപ്പോഴും അവരൊക്കെ അവിടെ ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരും. അപ്പം അവരെല്ലാവരും ആ ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ എത്ര പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്? UK നിന്ന് വന്നിട്ട് സക്സസ് ആയിട്ടല്ലേ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാരില്ലേ അല്ലേ? അപ്പം അവിടെ ഇപ്പം ഒരു വീഡിയോ, ഇപ്പം ഇതേപോലെയുള്ള വീഡിയോ ഞാനാണെങ്കിൽ ഒരു യൂട്യൂബറിനെ നമ്മളെ ചെക്കിങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രൊമോഷൻ ചെയ്യാനായിട്ട്. അവർ അവരെൻ്റെ അടുത്ത് പറഞ്ഞ 2500 പൗണ്ടാണ്. അതായത് 3 ലക്ഷം രൂപയായി. നാട്ടിൽ 3 ലക്ഷം രൂപയായി. അത്ര വലിയ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ്. അവരത് യൂട്ടിലൈസ് ചെയ്യുന്നു. ഫോട്ടോഗ്രാഫ് ചെയ്യാൻ അറിയുന്ന ആളുകൾ 300, 400, 500 പൗണ്ട്, ഇവിടുത്തെ 50,000 രൂപ പെർ ഡേ ചാർജ് ചെയ്ത് അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തണം. ശരിക്കും പറഞ്ഞാൽ UK നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് വീണ്ടും പോകാനാണെങ്കിലും. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ സക്സസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ പറഞ്ഞ പാർട്ട് ടൈം ജോബ് എന്ന് പറയുമല്ലോ, ഇപ്പോൾ ചിലർ പറയും പാർട്ട് ടൈം ജോബ് ചെയ്താണ് നമ്മൾ ലൈഫ് കളയേണ്ടതെന്ന് ചോദിക്കും. അപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ബർഗർ കിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടുത്തെ അഡ്മിൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഞാൻ ഇന്ന് അതിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു സ്ഥാപനം ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. ഞാൻ റെസ്റ്റോറൻറ്റ് ഓൺ ചെയ്യുന്നുണ്ട്. ഞാൻ IT കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ IT കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡറാണ്. ഞാൻ പിന്നെ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം 120-120-ലധികം പ്രോപ്പർട്ടീസ് UK-യിലുണ്ട്. അപ്പം നമ്മളത് പഠിക്കാനും പറ്റുമല്ലോ ഈ പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട്. അപ്പം അത് പഠിച്ചുകൊണ്ട് അതെങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഒരു ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കി നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇത് കേൾക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പറയും ഇത് സക്സസ് ആയ ആളുടെ കഥയല്ലേ, ഇപ്പം എല്ലാവർക്കും ഇതേപോലെ സക്സസ് ആവാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പം അതേപോലത്തെ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഒക്കെ വന്നാൽ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും?
നെഗറ്റിവിറ്റി വരിക ഇപ്പം നമ്മുടെ കാര്യം പറയാം. നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നമ്മളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് പറയുന്നത്, ഒരു സ്റ്റുഡൻറ്റ് അവിടെ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 2 ഇയർ അവർക്ക് ആ 2 ഇയർ കൊണ്ട്, അതായത് PSW ഇപ്പോൾ കുറയ്ക്കുന്നു പറയുന്നത്, ബട്ട് സ്റ്റിൽ 18 മന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പീരീഡിൽ അവർക്ക് ഒരു ജോലി കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഫീസ് അടച്ചു വരുമല്ലോ, ഈ ഫീസിൻ്റെ 50% നമ്മൾ റീഫണ്ട് ചെയ്യും. നമ്മളതിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ച് ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസികൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മളത് ഇപ്പം ഒരു പ്ലാനിൽ ഏകദേശം ഒരു 60-70% ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വഴി വരുന്ന സ്റ്റുഡൻസിന് അവിടെ ജോബ് പ്ലേസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോഴും ഇവിടെ റൂൾസ് എല്ലാം വളരെ സ്ട്രിക്റ്റ് ആക്കുമ്പോഴും ഞാൻ പറയുന്നു, നമ്മൾ വഴി എത്തുന്ന സ്റ്റുഡൻസിന് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ നമ്മൾ കൊടുക്കും. പിന്നെ നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ അവിടെ ഇപ്പം കോഴ്സ് കംപ്ലീറ്റ്, ഇപ്പം ബിസിനസ്സിൻ്റെ സാധ്യതകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോഴ്സിനാണെങ്കിൽ തന്നെ അവിടുത്തെ ഇപ്പോൾ UKVAയുടെ സൈറ്റിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡിലും ഷോർട്ടേജാണ്. ഇപ്പം നേഴ്സിങ്ങിന് ഷോർട്ടേജാണ്, അവിടെ ഡോക്ടറേറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ എഞ്ചിനീയർമാർ കുറവാണ്, സയൻറ്റിസ്റ്റുകൾ കുറവാണ്, ഫാർമസ്യൂട്ടിക്കൽസ് പഠിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് കുറവാണ്. എല്ലാ മേഖലകളിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. ആ ഓപ്പർച്യൂണിറ്റീസിന് ഇപ്പം എല്ലാവരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവർ യാതൊരു തരത്തിലും ഒരു സ്ഥലങ്ങളിലേക്കും അപ്ലൈ ചെയ്യില്ല, ജോബ് ഒന്നും നോക്കില്ല. ഇവർ ചിലപ്പോൾ അവിടെ പോയി എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. എന്നിട്ട് വിസ തീരാനായിട്ടുള്ളപ്പോൾ ഒരു 1 മന്ത് മുമ്പ് ഇതിന് അപ്ലൈ ചെയ്യും, കിട്ടില്ല. അപ്പം അത് ഒരു പ്ലാൻ ഉണ്ടാവണം. അവിടെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പം മുതൽ ഇത് ചെയ്ത് തുടങ്ങണം എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ സക്സസ് ആവുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. വളരെ കുറച്ച് ആൾക്കാരല്ലേ തിരിച്ചു വരുന്നുള്ളൂ. ഈ പറയുന്ന ആൾക്കാരെല്ലാം അവിടെ ഉണ്ടല്ലോ. ഈ നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാർ അവിടെ ഇല്ലേ, ഉണ്ടല്ലോ. ഇവിടെ നിന്ന് ചിലപ്പോൾ ചില സ്റ്റുഡൻസ് നമ്മൾ വിളിക്കുമ്പോൾ ഓഫർ ലെറ്റർ ഒക്കെ എടുത്തിട്ട് നമ്മളടുത്ത് പറയും, അവിടെ നിന്ന് എൻ്റെ ബ്രദർ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പോൾ അവരവിടെ നിന്നോണ്ടാ പറയുന്നത് ഇങ്ങോട്ട് വരണ്ട എന്ന്. അപ്പം നെഗറ്റിവിറ്റി ഓഫ് കോഴ്സ് അത് വരും, ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അത് പറയാൻ എളുപ്പമല്ലേ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടേക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മെഡിക്കൽ ഫീൽഡാണ്. ഇപ്പോൾ നമുക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്ര ദിവസം ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു കാര്യം കൂടി നമ്മളിങ്ങനെ എനിക്കൊന്നും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ശരി, സത്യമാണ്. സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ഇത് മെഡിക്കൽ അവർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ആകുമ്പോഴത്തേക്ക് അവിടെ ഇത് ഷോർട്ടേജ് ഉണ്ട്, 100% ഷോർട്ടേജ് ഉണ്ട്. ഈ നേഴ്സുമാരില്ല, ഡോക്ടേഴ്സ് ഇല്ല, അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ടൊക്കെ അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതിനകത്തുള്ള കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷേ സ്റ്റിൽ അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് സിവിയർ കേസസ് ആണ്. അത് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണലി തന്നെ എനിക്കറിയാവുന്ന എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ ഹാർട്ട് പേഷ്യൻ്റായിട്ട് അവിടെ എത്തിയിട്ട് ഒരു പക്ഷേ അത് വളരെ ക്രിട്ടിക്കലായിരുന്നു. അവർക്ക് അപ്പോൾ സർജറി ചെയ്യണം. അവർ ഒരു പക്ഷേ മറ്റേത് സ്ഥലത്ത് കൊണ്ടുപോയാലും അവർക്ക് എന്തെങ്കിലും പറ്റി പോകുമായിരുന്നു. ബട്ട് അവർക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അവരെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഒരു പനിയാണ്, ചിലപ്പോൾ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞാൽ ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടിയിട്ട് 6 മാസം വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. അതിനകത്ത് 2 വശങ്ങളുണ്ട്. പക്ഷേ ഇത് ഫ്രീ ആകുമ്പോഴത്തേക്ക് ഒരു പനി വന്നാലും ജലദോഷം വന്നാലും ഒക്കെ ആൾക്കാർ നേരെ അങ്ങോട്ട് പോകും, അപ്പോയിൻമെൻ്റ് എടുക്കും. അപ്പോൾ ഇവർക്ക് ഇത്രയും ആൾക്കാരെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിൽ ഇപ്പം കുറേ എമർജൻസിയിൽ പോയിട്ട് കുറേ ടൈം വെയിറ്റ് ചെയ്യണമെന്ന് പറയും. ഇപ്പോൾ ഈ കൂടുതൽ ആൾക്കാർ ഏറ്റവും ക്രൗഡുള്ള സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. ഇവർക്ക് എമർജൻസി വേണമെങ്കിൽ ചിലപ്പോൾ ഈ ക്രൗഡ് ഇല്ലാത്ത ഹോസ്പിറ്റലുകളുണ്ടാവും, അവിടെ എമർജൻസിയിൽ പോയാൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടും. അത് അറിയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു സത്യമായിട്ടുള്ള അതൊരു നെഗറ്റീവ് ആണോന്ന് വെച്ചാൽ നെഗറ്റീവ് ആണ്. പക്ഷെ ഒരു ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഇപ്പൊ നമ്മൾ പനിയോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടൊക്കെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നേരെ ഒരു പാരസിറ്റാമോൾ തരും. ഇവിടത്തെ പോലെ പെട്ടെന്ന് ഈസിലി ആക്സസിബിൾ അല്ലല്ല. ഇവിടെ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, അവിടെ ഉണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പക്ഷെ ഭയങ്കരമായ കോസ്റ്റാണ്. ഒരു അപ്പോയിൻമെന്റിന് തന്നെ 200-250 പൗണ്ട് ഒക്കെ ആവും. അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. അത് UK മാത്രമല്ലല്ലോ, ഏത് ഇപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എല്ലാ സ്ഥലത്തും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. UK ആണ് കൂടുതൽ ആൾക്കാർ പറയുന്നത്. ഇവിടത്തെ പോലെ അത്ര ഈസി അല്ല. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു തലകറക്കം അല്ല ഒരു തലവേദന ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റും. അവിടെ അത് പറ്റില്ല. ഇപ്പം ചിലപ്പോൾ നമ്മൾ ഒരു ചെറിയ തലവേദന ആണെങ്കിൽ നമ്മൾ തല ഇറങ്ങി വീണു എന്ന് വിളിച്ച് പറയണം, അപ്പോൾ ആംബുലൻസ് വരും.
ഓ അങ്ങനെയൊക്കെ പറയാം, കുറച്ച് കേറ്റി പറയണം. കയറ്റി പറയണം. അപ്പൊ കോവിഡിന്റെ പക്ഷെ അവർ വരും, ഇപ്പം ഒരു വളരെ സിവിയർ ആയിട്ടുള്ള ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അവർ വരും. പക്ഷെ നമ്മൾ പറയുന്ന പോലെ ഇരിക്കും. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഈ NBL ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഉണ്ടായിരുന്ന ഒരു ഇൻകം ആണെങ്കിലും ഇപ്പോൾ ഉള്ളൊരു ഇൻകം ആണെങ്കിലും നല്ലൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാവില്ലേ? അപ്പോൾ ഫസ്റ്റ് ഇൻകം ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഇൻകം എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു 30,000 റുപ്പീസോ മറ്റോ ആയിരുന്നു NPL സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഞാൻ NPL ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ജോലിയൊക്കെ ചെയ്തിട്ട് ഒരു 3,000 പൗണ്ട് 3,000 പൗണ്ട് എടുത്ത് ഞാൻ ഒരു പെട്ടിക്കകത്തെടുത്ത് ഇങ്ങനെ വെച്ചു. കാരണം അതെപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ, മറ്റു ജോലികളൊക്കെ വിട്ടിട്ട് ഇതിലേക്ക് ഇറങ്ങുവാണല്ലോ, ഇതിന്റെ സാധ്യതകൾ എന്താണെന്നോ ഇതിന് എന്ത് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അതായത് ഇപ്പം ഹസ്സന് ചോദിച്ചില്ലേ എത്രയാ കിട്ടിയെന്ന്, ഇത് എത്ര കിട്ടുമെന്ന് അറിഞ്ഞു. ഇന്ന് എല്ലാവരും പോകുന്നത് എത്ര കിട്ടും അല്ലെ എന്താണ് എൻ്റെ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കിയത്. പക്ഷേ എനിക്ക് അന്ന് അറിയില്ല ഇത്, കാരണം എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ കൺസൾട്ടൻസി ആരും ചോദിക്കാനൊന്നുമില്ല. അപ്പോൾ ഇതെന്താ, അപ്പം ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു 3,000 പൗണ്ട് എടുത്തൊരു പെട്ടിക്കകത്ത് വെച്ച് അതിലിപ്പോഴും ആ പൈസ ഇരിപ്പുണ്ട്. ആ പൈസ ഞാൻ മാറ്റിയതെന്ന് പറയുന്നത് ഈ പഴയ നോട്ടുകൾ മാറ്റിയിട്ട് ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് നോട്ട്സ് കൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തു. ബട്ട് സ്റ്റിൽ ആ പൈസ അതുപോലെ ഇരിപ്പുണ്ട്. അതായത് അതിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത്. അപ്പം ഞാൻ പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എത്ര ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഓട്ടോറിക്ഷയിലും ഇപ്പോഴും യാത്ര ചെയ്യാറ്, ഓട്ടോറിക്ഷയിലും ഞാൻ യാത്ര ചെയ്യാറുണ്ട്, ഞാൻ റോൾസ് റോയ്സിലും യാത്ര ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര ഉയർച്ചയിൽ നിൽക്കുമ്പോഴും അവിടെ നിന്ന് ഒരു വീഴ്ച അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റണം. ആ ഒരു പോളിസിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ദൈവം അനുഗ്രഹിച്ച് ഇപ്പം അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള ഇൻകം ഉണ്ട്. അതിൻ്റെ ചിലപ്പോൾ ഒരു 100 മടങ്ങ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഇൻകത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അതെ, നമുക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഷോപ്പിലായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിക്കിങ് പോലൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതാണെങ്കിലും, ഇപ്പം നമ്മൾ പ്ലാനിങ്ങിൽ നിൽക്കുന്ന ഒരു വലിയൊരു പ്രോജക്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പം ഞാനതിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മൾ പേഴ്സണലി ഞാൻ പറഞ്ഞു. ഇല്ല, പറയുന്നില്ല, കുറച്ചുകൂടെ കൺഫേം ചെയ്യാനുണ്ട്. മീറ്റിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം വലിയൊരു ഫേസിനെ നമ്മളെ ബ്രാൻഡ് അംബാസിഡറായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ്. അപ്പം അതിലേക്കൊക്കെ എത്താൻ സാധിച്ചത് വലിയൊരു, ഇന്ന് ആലോചിക്കുമ്പം അവിടെ നിന്ന് ഇപ്പം എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ ഉള്ളത് സത്യമായിരുന്നു. ഇന്ന് എൻ്റെ ഫാദറിനെ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് എനിക്ക് ഒരു പ്രൗഡോടുകൂടി എൻ്റെ ഫാദറിൻ്റെ മുന്നിലേക്ക് നിർത്തുക എന്ന് പറയുന്ന രീതിയിലേക്ക് എത്താൻ പറ്റിയത് ഏറ്റവും സന്തോഷം അഭിമാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു ബിഗ് ഫേസ് ആണ് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞല്ലോ. എന്നാലും കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അത് അദ്ദേഹം തന്നെ അനൗൺസ് ചെയ്യും, ഉടനെ ഉണ്ടാവും. അപ്പം അത് സൂപ്പർ സ്റ്റാർസിൽ ആരെങ്കിലും ആയിരിക്കും. അതെ. ഓക്കെ, എനിക്ക് ഓൾറെഡി അറിയാം, പക്ഷെ ഇവർക്ക് കാണുന്ന ആൾക്കാർക്ക് അത് അദ്ദേഹം തന്നെ അനൗൺസ് ചെയ്യുന്നല്ലേ, ഗസ് ചെയ്യാൻ പറ്റുന്നവർ ജസ്റ്റ് കമന്റ് ചെയ്ത് ഗസ് ചെയ്താൽ മതി. വലിയൊരു പ്രോജക്റ്റ് ആണ് അത്. ഞാൻ പറഞ്ഞല്ലോ ഒരു 60 to 70% ആണ് അത് കംപ്ലീറ്റ് ചെയ്തത്. അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഒരുപാട് ആശങ്കകളുണ്ടല്ലോ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ. അത് ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ ഇന്ത്യയിലും UAE-ലും പിന്നെ UK-ലും ഒക്കെ ആയിട്ടാണ് ആ പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ സ്റ്റുഡൻസിന് അത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പം അവിടെ പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന അല്ലെങ്കിൽ ഈ ചെക്കിങ് പോലുള്ള ഇതൊക്കെ ചെയ്യുന്ന സ്റ്റുഡൻസിന് ജോബ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇൻറ്റൻഷനോട് കൂടി തന്നെ, അതിപ്പോൾ ആ ഇൻറ്റൻഷൻ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇനി NBL ഇന്റർനാഷണലിൽ വരാൻ പോകുന്ന ഒരു ബിഗ്ഗസ്റ്റ് മൈൽ സ്റ്റോൺ കൂടിയായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ 7 വർഷമായി. അപ്പം നമുക്ക് അതൊരു 10th ആനിവേഴ്സറി ഒക്കെ ആകുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു കാര്യമായിട്ട് മാറ്റണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇപ്പം ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് പ്ലാനിങ്സ്? നമ്മൾ ഇപ്പം ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം അവിടെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഫ്രാഞ്ചൈസികളുണ്ട്. ആ ഫ്രാഞ്ചൈസി നമ്മൾ UK-ലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഫ്രാഞ്ചൈസികളെ. അതുപോലെ ഇപ്പം ഷെഫുമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെയും ഫ്രാഞ്ചൈസി നമ്മൾ UK-ലേക്ക് കൊണ്ടുവരാം. അപ്പം അതിലൊക്കെ ഈ സ്റ്റുഡൻസിന് ജോബ് കൊടുക്കുക എന്നൊരു ഇൻറ്റൻഷനിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ ആൾക്കാർക്ക് നമുക്ക് ഒരു ഇൻസ്പയർ ചെയ്യാൻ പറ്റണമല്ലോ. അപ്പം ഞാൻ സ്റ്റുഡൻസിനെ കൊണ്ടുപോയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഞാൻ അവിടെ പോയി സ്റ്റുഡൻ്റായിട്ട്
പഠിച്ച ഒരാളാണ്. ഏകദേശം സ്റ്റുഡൻ്റായിട്ട് പഠിച്ച ഒരു 5-6-7 വർഷത്തോളം സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇത്രയും എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാമല്ലോ ഞാൻ ഇത്രയായി, നിങ്ങൾക്കും ഇങ്ങനെ ആവാം എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പം അതങ്ങനെ പറയാൻ പറ്റട്ടെ. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഓൾറെഡി ആ ഒരു ഇൻസ്പിറേഷൻ എല്ലാവർക്കും കൊടുക്കാൻ. അതെ, തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പോൾ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ആ കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. നമുക്ക് മുൻപിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവണം, അത് ഏറ്റെടുക്കുക, അതിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. അത് പല ആൾക്കാരുണ്ട്, നമ്മളോടൊപ്പം ഉള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരൊക്കെ ആയിട്ട് ഇപ്പോൾ സഹകരിക്കാനും അവരുമായിട്ടൊക്കെ ബിസിനസ് ചെയ്യാനൊക്കെ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതൊക്കെ എനിക്ക് അവിടെ നിന്നുണ്ടായതാണ്. ഇപ്പം ഞാൻ ഒരു സാധാരണ ഒരു സ്റ്റുഡൻറ്റ്, അപ്പോൾ UK ഞാൻ സൗദിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കേട്ടിട്ടുണ്ടാവില്ല, ഇപ്പം വളരെ ഫ്രീഡം ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ ഉള്ള സമയത്ത് വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഉമ്മയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് വെറുതെ ഇട്ടുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം വളരെ റെസ്ട്രിക്ഷൻസ് ഉള്ളൊരു ഞാൻ നിൽക്കുന്ന സമയത്ത്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്കിപ്പം ഈ ഒരു മുറിക്കകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇവൻ ഒരാളെടുത്ത് വന്ന് മിങ്കിൾ ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായി. എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് ആൾക്കാർ വരുന്നത് ഇഷ്ടമല്ലായിരുന്നു. അവിടെ നിന്ന് ഞാൻ പിന്നെ നാട്ടിൽ വന്ന് എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് പഠിച്ചു. ബാക്കി നമ്മൾ പർപ്പസ്ഫുള്ളി കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഞാനിവിടെ യൂണിയനിൽ മത്സരിക്കാൻ നിന്നു, മനഃപൂർവ്വം തന്നെ ഈ കാര്യങ്ങളിലൊക്കെ നിൽക്കാൻ പറയുന്നത്. അപ്പം അതൊക്കെ ചെയ്തുകൊണ്ട് അവിടെ നിന്നൊരു കോൺഫിഡൻസ് കിട്ടുകയാണ്. അപ്പം നമ്മൾക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളതും എനിക്ക് അപ്പോഴേ വേണം. അപ്പം നമ്മൾ വളരെ ജെന്യുവനായിട്ട് വളരെ സിൻസിയറായിട്ട് കാര്യങ്ങൾ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. അവിടെ നിന്നാണല്ലോ ഇവിടെ ഇതെല്ലാം എത്തിയത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് സാധിച്ചത് കൊണ്ടിട്ടാണ് ഇന്ന് NPL എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായത്. അപ്പം അതങ്ങനെ തന്നെ പോട്ടെ. അങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, നമ്മളിപ്പം കുറച്ച് നേരത്തെ ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പം അല്ലാണ്ട് ചോദിക്കുകയാണ്, ഏറ്റവും ആരാണ് ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്പിറേഷൻ ആയത്, ഒരു റോൾ മോഡൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ? റോൾ മോഡൽ എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരാളേ ഉള്ളൂ, അതെൻ്റെ വാപ്പയാണ്. അപ്പം എൻ്റെ വാപ്പ നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാവണമല്ലോ. അത് എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം സൗദിയിലായിരുന്നു എൻ്റെ വാപ്പ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10-35 വർഷത്തിന് മുകളിലായിട്ട് അവിടെയാണ്. അപ്പം അവിടെ നിന്ന് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്കും ഇറങ്ങാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനൊരു കംഫർട്ട് സോൺ വിട്ട് ചലഞ്ചസ് ഏറ്റെടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അതിലോട്ട് പോകാൻ ഞാൻ അവിടെ പോയിട്ട് അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരാളുണ്ട്, എൻ്റെ വാപ്പ ഉണ്ട്, എന്നെ നോക്കിക്കോളും. ഞാൻ ഏത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ഞാനുണ്ട്, നീ പൊയ്ക്കോ എന്നാണ് പറയാറ്. അപ്പം അതാണല്ലോ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ. എൻ്റെ വാപ്പ സീറോയിൽ നിന്ന് എത്തിയതാണ്. എനിക്ക് അത്യാവശ്യം UK പോകാനുള്ള സാഹചര്യമുണ്ട്. ഇതിനകത്ത് ഇതെല്ലാം ഞാൻ ആക്കിയെടുത്തു എങ്കിൽ പോലും അതെല്ലാം കാരണക്കാരൻ എൻ്റെ വാപ്പാണ്. എൻ്റെ വാപ്പ അവിടെ ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഇന്നതാണ്. ഇപ്പോഴും എനിക്ക് എൻ്റെ ഫാദറിനെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഫ്രണ്ടിൽ നിർത്തുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രചോദനം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ വാപ്പ അവിടെ കൊണ്ട് എത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് മുന്നോട്ടും അതങ്ങനെ തന്നെ ആയിരിക്കും, എൻ്റെ ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കും. വാപ്പ എൻ്റെ ഉമ്മയും തന്നെയാണ്. അത് ഞാൻ മാത്രം എന്നുള്ളതല്ല, എല്ലാവരും അങ്ങനെ ആവണമെന്നുള്ളതാണ് അല്ലേ. പാരൻസ് എന്ന് പറയുന്നത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തതാണ്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനേക്കാളും അവരുടെ പാരൻസിൻ്റെ അടുത്താണ് സംസാരിച്ചിട്ടുള്ളത് തുടക്ക സമയങ്ങളിൽ. ഇപ്പോഴാണ് നമുക്ക് സ്റ്റാഫൊക്കെ ആകുമ്പോൾ കുറച്ച് തിരക്കായത് കാരണം ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഇവരുടെ ആഗ്രഹം കൊണ്ടിട്ടായിരിക്കും ഈ പറയുന്ന 18 ലക്ഷവും 15 ലക്ഷവും ഒക്കെ മുടങ്ങി അവരുടെ കയ്യിൽ ഉണ്ടായിട്ടായിരിക്കത്തില്ല. അവരുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിലോട്ട് ആക്കി വെക്കണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്തായിരിക്കും ലോൺ എടുത്തും വീട് വെച്ചിട്ടൊക്കെ അവിടേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് വിളിച്ച് പറയും, മോനെ ഇത് ഇങ്ങനെയാണ്, എൻ്റെ സാഹചര്യം ഇതാണ്, എൻ്റെ മോളെ അറിയരുതേ അല്ലെങ്കിൽ മോൻ അറിയരുതേ എന്ന് എൻ്റെ അടുത്ത് പറയും. അങ്ങനെയാണ് അവരെ പറഞ്ഞയക്കുന്നത്. ഇത് പലർക്കും അറിയില്ല. ചില ആളുകൾ അവിടെ എത്തുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരത് മറന്നു പോകും. അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ ഒരു UK എത്തി അവർക്ക് ആ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരെ മറന്നു പോകും. ഇവരിവിടെ നിന്ന് ലോൺ അടയ്ക്കണം, ഇവരിവിടെ സ്വർണവും ഇതൊക്കെ എടുത്ത് ചിലപ്പോൾ കിടപ്പാടം വരെ പോകും. അപ്പം അവരെ മാത്രം ഓർത്താൽ മതി ആ രാജ്യത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെടാനായിട്ട്. അപ്പം ഞാനത് ഓർത്ത ഒരാളാണ്. അത് ഓർത്തത് കൊണ്ടായിരിക്കാം ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ ഇനിയും എല്ലാവരും ഇൻസ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആ ഒരു വലിയൊരു പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ ആവട്ടെ. അപ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വരുന്നതെന്നറിയാം.
അപ്പോൾ എല്ലാം അടിപൊളി ആവട്ടെ. താങ്ക് യു സോ മച്ച് Thank you ഫോർ so much. കമ്മിങ് Thank you. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.